നമസ്കാരം, ഗിരീഷ് സാറാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് സേ എക്സാമിന് അവശേഷിക്കുന്നത്. നമുക്കാണെങ്കിൽ ഓൺലൈൻ ബാച്ചസിൽ ഉറപ്പുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പം ചേർന്നാൽ പോലും ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അത് ആർക്കായാലും എത്ര സബ്ജക്റ്റും വളരെ തുച്ഛമായ ഫീസ്. ഇതിനകത്ത് ഒരിക്കലും നമുക്ക് ഡബിൾ പാസ് മാർക്ക് നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. ഫിസിക്സിൻ്റെ ഞാൻ 5 ഉറപ്പുള്ള ചോദ്യങ്ങൾ, ഇത് 99% ഉറപ്പുള്ളൊരു ചോദ്യം, ചാൻസ് വളരെ കൂടുതൽ. ഒരു അധ്യായം എന്നുള്ള രീതിയിൽ ഹയർ സെക്കൻഡറി പഠിപ്പിച്ച ഒരു അധ്യായം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന ഒരു 5 ചോദ്യങ്ങളാണ്. ഇത് 100% ഒരിക്കലും പറയാത്തത്. അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും ദൈവമല്ല. എന്നാൽ പോലും 90-99% ചോദിക്കാൻ ചാൻസ് ഉള്ളതിൽ ഒന്ന് റയോട്ടിക്സിനകത്തെ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുക. അത് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് കൂട്ടുക. 2 റെക്ടിഫയർ, ഫുൾ വേ റെക്ടിഫയറും ഹാഫ് വേ റെക്ടിഫയറും ലാസ്റ്റ് ചാപ്റ്റർ ആണ്. സെമി കണ്ടക്ടേഴ്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 2ാമത്തെ ക്വസ്റ്റ്യൻ. 3 കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്തെ കിർച്ചോഫ് ലോയും വീൻസ്റ്റൺസ് ബ്രിഡ്ജ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വീൻസ്റ്റൺ ബ്രിഡ്ജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ് 7ാമത്തെ ചാപ്റ്റർ ഉണ്ട്. അതിനകത്തെ ട്രാൻസ്ഫോമർ, ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ, വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ. ഇനി 5 ഗോസസ് തിയറം, അതിൻ്റെ പ്രൂഫ്, 3 ആപ്ലിക്കേഷൻസ്. ഇത്രയും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ പഠിത്തത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇങ്ങനെ ഉറപ്പുള്ള എല്ലാ ചോദ്യങ്ങളും സയൻസിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും കൊമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെ എല്ലാം കൊടുക്കുന്നതുകൊണ്ടാണ് കുട്ടികൾ നന്നായിട്ട് ജയിക്കുകയും സിമ്പിളായിട്ട് ടെൻഷൻ ഇല്ലാതെ 5 ദിവസം കൊണ്ട് പഠിച്ച് ഡബിൾ പാസ് മാർക്ക് മേടിക്കുന്ന മാർക്കിലോട്ട് പോകുന്നത്. നിങ്ങളും പഠിക്കുക, എല്ലാവരും പഠിക്കുക, എല്ലാവരും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.